ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ 3 ജില്ലകളിലാണ് പരാതി ഉയർന്നത്. കള്ളക്കേസിൽ കുടുക്കിയെന്നും കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചെന്നും തുടങ്ങി പരാതികൾ നിരവധിയാണ്. മധുബാബുവിനെതിരായ എസ്പിയുടെ ശുപാർശ അട്ടിമറിച്ചത് മുൻ DGP TP സെൻകുമാറാണ് എന്ന് കാട്ടി മർദ്ദനമേറ്റ മുൻ SFI നേതാവ് ജയകൃഷ്ണൻ രംഗത്തെത്തി. ചെവികൾ തമ്മിൽ കൂട്ടിയടിക്കുക, മുളക് സ്പ്രേ ചെയ്യുക, ക്രൂരമായി മർദ്ദിക്കുക, നിരവധി ആരോപണങ്ങളാണ് ഡിവൈഎസ്പി മധുബാബുവിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ SFI മുൻ നേതാവ് ജയകൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങൾ ശരിയെന്ന് അന്വേഷണത്തിലൂടെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശികളായ മറ്റ് 2 പേർ കൂടി ഒരു ഇടവേളയ്ക്ക് ശേഷം മധുബാബുവിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതിലൊരാൾ ജ്വല്ലറി ഉടമയായിരുന്ന വിജയൻ ആചാര്യാണ്. 22 കള്ളക്കേസുകളിൽ തന്നെ പ്രതിയാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. 10 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹം എല്ലാ കേസുകളിൽ നിന്നും കുറ്റവിമുക്തൻ ആക്കപ്പെടുകയും ചെയ്തു. മറ്റൊരാൾ ആരോപണവുമായി എത്തിയിട്ടുള്ളത് അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് വി കുറുപ്പാണ്. കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. 14 കേസുകൾ ചുമത്തപ്പെട്ടതിൽ 13 കള്ളക്കേസുകളാണ് എന്ന് കോടതിയിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അതേസമയം മധുബാബുവിനെതിരായ വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടികൾ തടസ്സപ്പെട്ടത് TP സെൻകുമാറിന്റെ ഇടപെടലിലൂടെയാണെന്ന പുതിയ ആരോപണവുമായി ജയകൃഷ്ണൻ തണ്ണിത്തോട് രംഗത്തെത്തി. ചാനൽ ചർച്ചകളിലൊന്നിൽ ജയകൃഷ്ണൻ സൂചിപ്പിച്ച ചില പരാമർശങ്ങളെ എടുത്തു കാട്ടിക്കൊണ്ട് TP സെൻകുമാർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് മറുപടിയായി കൂടിയാണ് പുതിയ ആരോപണം. അതേസമയം ആരോപണങ്ങൾ TP സെൻകുമാർ പൂർണ്ണമായും നിഷേധിച്ചു. ഒരു ഓർഡർ കാറ്റിൽ നിന്നുണ്ടായിരുന്നു. അതായത് ഈ മധുബാബുവിനെതിരെ ഒരു നടപടിയും അയാൾക്കെതിരായിട്ടുള്ള ക്രിമിനൽ കേസ് തീരുന്നത് വരെ എടുക്കരുതെന്ന്. അങ്ങനെ ഓർഡർ ഇടുകയാണെങ്കിൽ കാറ്റിന്റെ ഓർഡർ എനിക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നും മധുബാബുവിന് ലഭിച്ച അനുകൂല ഉത്തരവിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും ഈ വിധി ജയകൃഷ്ണൻ പരിപൂർണമായും അതോടൊപ്പം തന്നെ ബോധപൂർവവും മറച്ചുവെക്കുകയാണ് ഉണ്ടായതെന്നും TP സെൻകുമാർ പറയുന്നു.